അങ്ങനെ കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പോരാട്ട ചൂട് മാത്രമല്ല കൂടിയത്, കൈവീശരണം തരുന്നതിന്റെ ചൂടും കൂടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ കാറ്റടിച്ചപ്പോഴത്തേക്കും പാർട്ടികൾക്കുള്ളിൽ അടിയോടടിയല്ലേ. മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ് മുൻപില്. ആണല്ലേ? അങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ എട്ടക്കൊന്ന് പിന്നിക്ക് നോക്കണത് നല്ലതാണ്ടാ. അല്ല, എല്ലാരും പിന്നിലില്ലേന്ന്. ദാ കോഴിക്കോട് DCC-യിലേക്കൊന്ന് നോക്കൂ. കോഴിക്കോട് DCC ഓഫീസിൽ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ കൂട്ടയടി. നടക്കാവ് വാർഡ് സംബന്ധിച്ച് ചർച്ചയ്ക്കിടയിലാണ് കയ്യാങ്കളി ഉണ്ടായത്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. തെരഞ്ഞെടുപ്പൊന്നും സീറ്റൊന്നും കേട്ടുള്ളൂ. പിന്നെ കോഴിക്കോട് DCC-യിൽ മൊത്തം പോരാട്ടായിരുന്നു. ഞാൻ മത്സരിക്കാന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ വന്ന ആളുകളെല്ലാം കഴിവുള്ളവരാണ്. ഇനിയും കഴിവുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് കഴിവുള്ളവർ പുറത്തുണ്ട്. എന്ത് ചെയ്യാനാ, കോൺഗ്രസിൽ എല്ലാവർക്കും ഭയങ്കര കഴിവാ. അതുകൊണ്ട് കിട്ടുന്നതിന്റെയും കൊടുക്കുന്നതിന്റെയും കൃത്യമായിട്ടൊരു കണക്ക് സൂക്ഷിക്കാൻ പറ്റണില്ല അല്ലേ നേതാക്കന്മാരെ? അത് അവിടെ ആരാണ്ട് കൂടെ വന്ന രണ്ടുപേരും തമ്മിൽ വേറെ ഏതോ തർക്കം ഉണ്ടായതാ. കൂടെ വരുന്നതും പോണതായിട്ടുള്ള ആൾക്കാര് എന്തിനാ സതീശേട്ടാ DCC ഓഫീസിൽ കയറി അടിയിട്ടാക്കണത്? അത് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ലല്ലോ. അതെന്തോ DCC ഓഫീസിന്റെ പുറത്ത് ആരോ തമ്മിൽ വഴക്കിട്ടേന് ഞാൻ മറുപടി പറയണതിന് എന്നോട് ചോദിക്കണതിനാ ചോദ്യം. സോ ഫണ്ണി അല്ലേ? അപ്പൊ എല്ലാരോടും കൂടി ഒരു കാര്യം പറയാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടി UDF സെറ്റാണ്. എല്ലാരും നല്ല ഐക്യത്തോടു കൂടി സൂപ്പറായിട്ട് മുന്നോട്ട് പോവാണ്. കരുത്തനായ കായ്ബലമുള്ള ഒരു മരമാണ് നമ്മുടെ JV ഗണേഷ് കുമാർ എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ അത്? ആരും തെറ്റിദ്ധരിക്കല്ലേ, കോൺഗ്രസിന്റെ അകത്ത് ഭയങ്കര ഐക്യാണ്. ഈ തെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരും. നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വീണ്ടും നമ്മുടെ മന്ത്രിയാക്കുവാൻ എല്ലാവരും തയ്യാറാകണം. ഞാനും നിങ്ങളോടൊപ്പം കാണും. സോറി, ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് മാറിപ്പോയി. UDF-ന് വോട്ട് ചോദിക്കേണ്ടതിന് പകരം LDF-ന് വോട്ടാ ചോദിച്ചത്. കോൺഗ്രസ് അപ്പനും മൂപ്പർ ചവിട്ടി പുറത്താക്കി. ഇന്ന് സൂര്യൻ ഉദിക്കുന്ന പോലെ പ്രകാശിച്ചിരിക്കുന്ന ഒരു നേതാവാണ് JV ഗണേഷ് കുമാർ സാറ്. അറിയാലോ, സൂര്യനാണ്, അടുത്തു പോവരുത്, കരിഞ്ഞു പോവും. അമ്പടാ, അപ്പൊ നിങ്ങളും വാഴ്ത്തുപാട്ടിന്റെയും പുകഴ്ത്തലിന്റെ കാളാണല്ലേ. കൺഗ്രാറ്റുലേഷൻസ്. ഇടതുപക്ഷത്തേക്ക് വരാനുള്ള എല്ലാ യോഗ്യതയും താങ്കൾക്കുണ്ട്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഇതൊന്നും കണ്ടാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കോൺഗ്രസിന്റെ അകത്ത് നല്ല ഐക്യാണ്. അഴിമതിക്കെതിരെയുള്ള കോൺഗ്രസിന്റെ പോരാട്ടം എല്ലാരും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അഴിമതിക്കെതിരെ പോരാട്ടം ഡയലോഗ് മാത്രമേ ഉള്ളൂ, നോ ആക്ഷൻ. നമ്മൾ ആക്ഷനിലൂടെ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അതാണ് ഡയലോഗ് തുടങ്ങിയിട്ട് 45 കൊല്ലായില്ലേ. കോൺഗ്രസിന്റെ നടക്കാവ് കൗൺസിലറായിരുന്നു, ഇപ്പൊ ആം ആദ്മി പാർട്ടിയായി. എന്റെ അടുത്ത് വന്നു, KPCC സെക്രട്ടറി വന്നു, ബ്ലോക്ക് സെക്രട്ടറി, ഭാരവാഹികളൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നുണ്ട്, പക്ഷേ UDF-ൽ നിൽക്കാൻ താല്പര്യം. എന്താ ടീച്ചർ പറയുന്ന ഏത് സീറ്റ് വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ പറഞ്ഞു സോറി. ഇത് തീർന്നില്ല. ഇനിയും ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇനിയും സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് PJ ജോസഫ് വിഭാഗം തൊട്ടപ്പുറത്തുണ്ട്. സന്തോഷായില്ലേ? അർഹതപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ച വേണമല്ലോ, എന്നാൽ ഉള്ള അവകാശം നിലനിർത്തുകയും ചെയ്യണം. നിങ്ങളുടെ ആ ഒരു ഐക്യവും ഒത്തൊരുമയൊക്കെ എന്തൊരു അടിപൊളിയാണ് സതീശേട്ടാ. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ കോൺഗ്രസിലെ തല്ലും പിടിയും കണ്ടിട്ട് നമ്മുടെ കോൺഗ്രസ് ശരി ചിരിച്ചോ. ഞാൻ യേശുക്രിസ്തുവല്ല, ദൈവമല്ല. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ചെയ്യും. അപ്പൊ എങ്ങനെയാ ഈ തെരഞ്ഞെടുപ്പും LDF ഇങ്ങോട്ട് എടുക്കില്ലെന്ന് ചോദിച്ചപ്പോ LDF-ന്റെ തൃശ്ശൂരിലെ മേയർ പറയാ, എനിക്കെങ്ങനെ അറിയാനാ, ഞാനത് പറയാൻ ദൈവമൊന്നല്ലോ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ജയിക്കും. ഇതെന്താ ഇങ്ങനെ? ഇപ്പൊ ഇങ്ങനെയാ. സുരേഷ് ഗോപിജിനെ പൊക്കി പറഞ്ഞപ്പോഴേ തോന്നി എന്തോ വലുത് വരാനുണ്ടെന്ന്. പിന്നെ ഞാനൊരു വരവങ്ങട് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയും. പോരാട്ട ചൂടിനൊപ്പം മറുകണ്ഠം ചാടുന്നതിന്റെയും ചാടിക്കുന്നതിന്റെയും പലതരം വേർഷൻസ് കണ്ടു തുടങ്ങി മക്കളെ. തെരഞ്ഞെടുപ്പ് ആവുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിക്കുന്നതിന്റെ ഇതിനും ഭയാനകമായ വേർഷൻസ് ഇനി എന്തോരം കാണേണ്ടി വരുമോ എന്തോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.